ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ മെഴുക്കുപുരട്ടിയാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മെഴുക്കുപുരട്ടി തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്ക് ഈ പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പപ്പായ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എന്നിവ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ പപ്പായ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊരു 50 ഗ്രാം ചെറിയുള്ളി, ഒരു 5 പച്ചമുളക് എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം തേങ്ങാക്കൊത്തി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തി ഇവിടെ പാതി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ മെഴുക്കുപുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പപ്പായ മെഴുക്കുപുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.